8, 9 ഞാൻ പറഞ്ഞു. ഇതാണ് 1-ാമത്തെ തവണ, ഇതാണ് 2-ാമത്തെ തവണ, ഇതാണ് 3-ാമത്തെ തവണ, 9-ാമത്തെ തവണ. ഇതാണ് വി ഡി സതീശന്റെ ജാഥ, നോണജാഥ. ഇന്നിപ്പോ പറഞ്ഞ നോണ ഇതാണ്. വീണ ജോർജിനെ ആരും തൊട്ടിട്ടില്ല. യാതൊരു പ്രശ്നം ഉണ്ടാവാതെ ഒരു നാടകം കഴിക്കുകയാണ് എന്നാണ്. എന്തും പറയാൻ ഉടുപ്പില്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ. ഇനിയിപ്പോ രമേശ് ചെന്നിത്തല അതിന്റെ അപ്പുറം പറയും. കാരണം ഇവരെ തമ്മിലുള്ള മത്സരമാണല്ലോ, ആരാണ് കടത്തി പറയുന്നതെന്നാണ് അന്വേഷിച്ചു. ഞാനതിലേക്ക് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ ഒരു ബഹുമാനിയായ മന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയില്ലാത്ത രീതിയിൽ അക്രമത്തിന് വിധേയപ്പെടുത്തിയിരിക്കുന്നു. അതിനെ പ്രതിഷേധിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ബാധ്യതയാണ്. നല്ല രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലുള്ള അറ്റം മുതൽ മറ്റൊരറ്റം വരെ അതിശക്തിയായിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ജനകീയമായ പ്രതിരോധമാണ്. ഞങ്ങളുടെ ജാതിയിൽ തന്നെ ചില ആളുകൾ വിളിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പണ്ടേ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ജനകീയ പ്രതിരോധമാണ്. ആ ജനകീയ പ്രതിരോധമാണ് ഇന്ന് കേരളം കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിക്കെതിരായി കടന്നാക്രമം ആദ്യം റീച്ച് വെക്കുക, പിന്നെ വീടാക്രമിക്കുക, തുടർന്ന് നേരിട്ട് തന്നെ അക്രമം നടത്തുക, കൊല്ലാനാണ്, കലാപം സൃഷ്ടിക്കാനാണ്. ഇതിന്റെ പേരിൽ കേരളത്തിലുടനീളം ഒരു കലാപം അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായ അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം വേണം. എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് ഒറ്റക്കൊക്കെ അതിശക്തിയായിട്ട് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനാവണം. പ്രതിരോധം എന്നുള്ളതോട് അർത്ഥമാക്കുന്നത് ജനകീയമായ കൂട്ടായ്മയിലൂടെ അതിശക്തിയായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ്. ആ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ തെമ്മാടത്തത്തിന് അറുതി വരുത്തുന്നില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് CPIM-നെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തി കേരളം മുന്നോട്ടേക്ക് പോകുമെന്ന് ആരും ധരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും. എല്ലാ പ്രകോപനപരമായ കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെ അതിശക്തിയായിട്ട് ജനങ്ങളെ അണിനിരത്തി ഫലപ്രദമായി പ്രതിരോധിച്ച പാർട്ടിയും പ്രസ്ഥാനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മാർക്സിസ്റ്റും ഇടതുപക്ഷ പ്രസ്ഥാനവും എന്ന കാര്യം മറക്കണ്ട. പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജനകീയ പ്രതിരോധമാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു വന്ന വഴികൾ ഇവിടെ സഖാവ് AKG-യെ കൂടിച്ചേർത്തുകൊണ്ട് മുദ്രാവാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.